സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എപ്പോഴും നിൻ മഹത്വം ഹൃദയമതിലുറപ്പിച്ചു ഭക്ത്യാ ഭജിച്ചാലെപ്പേരും നീങ്ങുമല്ലോ ഭവഭയമഖിലം മാനസത്തിങ്കൽ നിന്നും ഇപ്പാരിനാശ്രയിക്കാൻ. തിരുവടി ചരണം മാത്രമാണെന്നിരിക്കെ തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമ മീയേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും. പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 30ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ദാനധർമ്മങ്ങളുടെ മഹത്വങ്ങളെക്കുറിച്ചെല്ലാം അവിടെ ദീർഘമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. ഇനി അടുത്തതായിട്ട് ആ മൂലശക്തി മന്ത്രപ്രധാനം ആണ് ഇവിടെ പറയുന്നത്. നാരായണ ഋഷി തുടങ്ങണു. ശക്തേരുൽ കീർത്തനം ശ്രുത്വാ സാഭിത്രീയമവക്ത്രത സാശ്രുനേത്ര സപുളകായമം പുനരുവാചസ. യമധർമ്മൻ സ്വന്തം നാവുകൊണ്ട് പരാശക്തിയെ പ്രകീർത്തിക്കുന്നത് കേട്ട് സാവിത്രി നിറഞ്ഞ കണ്ണുകളോടെ യമനോട് വീണ്ടും പറയുകയാണ്, ഹേ ധർമ്മരാജാവെ, പരാശക്തിയെ പ്രകീർത്തിക്കുന്നത് സകലതിനെയും ഉദ്ധരിക്കാൻ കാരണമാകും. പറയുന്നവരുടെ കേൾക്കുന്നവരുടെ ജനന മരണാദികളൊക്കെ ഇല്ലാതാവും. ദാനവന്മാർക്കും സിദ്ധന്മാർക്കും തപസ്സിന്റെ പരമസ്ഥാനമാണല്ലോ അത്. യോഗങ്ങളും വേദങ്ങളും കീർത്തിക്കുക എന്നത് വിഭുന് ചെയ്യുന്ന, ദേവിക്ക് ചെയ്യുന്ന സേവയാണല്ലോ. മുക്തിപദവും ദേവത്വവും സർവസിദ്ധികളും എല്ലാം ശ്രീ പരാശക്തിയെ സേവിക്കുന്നതിന്റെ 16 പ്രാധാന്യമുള്ളവയല്ല എന്ന് അവിടെ പറയണത്. അത്രയും പ്രാധാന്യമുണ്ട് ദേവി ഭക്തിക്ക് എന്ന് പറയുകയാണ്. ഞാൻ ഏതു വിധത്തിലാണ് പരാശക്തിയെ ഭജിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ശുഭപ്രദമായ കർമ്മവിഭാഗത്തെക്കുറിച്ച് അങ്ങ് ഇതുവരെ പറഞ്ഞു. അതെല്ലാം ഞാൻ സശ്രദ്ധം കേട്ടു. അശുഭപ്രദമായ കർമ്മ വിഭാഗത്തെപ്പറ്റി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം. ശുഭം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചെയ്യേണ്ടത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചെയ്യേണ്ടാത്തതും എന്താണ് എന്നുള്ളത് അറിയണമല്ലോ. അതാണല്ലോ പരീക്ഷിത്തും ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ നമുക്ക് കേൾക്കാം. 6ാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുന്നത് ബ്രൂഹി യദ്വാ വിപര്യം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നും പറഞ്ഞു തരണം എന്ന് അവിടെ ശ്രീശുകനോട് ചോദിക്കണു. അതേമാതിരി ഇവിടെ സാവിത്രി ദേവിയും പറയണു. എന്നിട്ടത് ആ ധർമ്മരാജാവിനെ സ്തുതിച്ച് നമസ്കരിച്ചു. എന്താണ് സ്തുതിച്ചത് എന്നുള്ളതാണ്. സാവിത്രി സ്തുതിച്ച ധർമ്മന്റെ സ്തുതികളെയാണ് അവിടെ പറയണത്. തപസാ ധർമ്മമാരാധ്യ പുഷ്കരേ ഭാസ്കരപുര ധർമ്മം സൂര്യാസുധം പ്രാഭാ ധർമ്മരാജം നമാമ്യഹം സമദാ സർവഭൂതേഷു യസ്യ സർവസ്യ സാക്ഷിണ അതോ യന്നാമശമാനം മിതിതം പ്രണമാമ്യഹം മുതലായ ശ്ലോകങ്ങളായി 8 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ മുഴുവൻ ഇവിടെ സാവിത്രി എന്ന് പറഞ്ഞാൽ സത്യവാന്റെ ഭാര്യയായ സാവിത്രി ഇവിടെ യമധർമ്മനെ സ്തുതിക്കുന്ന സ്തുതികളാണ്. പണ്ട് പുഷ്കരത്തിൽ വെച്ച് തപസ് ചെയ്ത് യമധർമ്മനെ ആരാധിച്ച ആദ്യൻ ധർമ്മനെ തന്നെ പുത്രനായിട്ട് നേടി. സർവജീവികളിലും സമത പുലർത്തുന്നവനും സകലതിനും സാക്ഷിബുദ്ധനുമായിട്ടുള്ള ധർമ്മരാജാവിനെ ഞാനിതാ നമസ്കരിക്കണോ. ശമൻ എന്ന നാമമുള്ള ദേവനെ ഞാൻ വണങ്ങണു. സകല വിശ്വത്തിന്റെയും മന്ദകനായ അങ്ങയെ ഞാൻ വണങ്ങണു. കാലം കൊണ്ട് അവിടുന്നാണല്ലോ വിശ്വത്തിന് അന്തം വരുത്തുന്നത്. അതുകൊണ്ട്
അങ്ങയെ ഞാൻ വണങ്ങണു. പാപികളെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടി ശിക്ഷ നൽകേണ്ടി വരും. അതിനുള്ള ദണ്ഡം അങ്ങ് ധരിച്ചിട്ടുണ്ട്. സർവജീവികളെയും അനുശാസിക്കുന്നതിന് വേണ്ടി ദണ്ഡധാരിയായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. വിശ്വത്തെയാകെ സദാ കലനം ചെയ്യുന്നതുകൊണ്ടും അതീവ ദുർനിവാര്യനായതുകൊണ്ടും കാലനായി തീർന്ന അദ്ദേഹത്തെ ഞാൻ ഇതാ പ്രണമിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സംയാനം സാധിച്ചവനും തപസ്വിയും ബ്രഹ്മനിഷ്ഠനും കർമ്മഫലത്തെ നൽകുന്നവനുമായിട്ടുള്ള ഹേ യമധർമ്മനെ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. ആത്മാരാമനും സർവജ്ഞനും പുണ്യം ചെയ്യുന്നവർക്ക് മിത്രവും പാപികൾക്ക് ക്ലേശം ദണ്ഡം പ്രദാനം ചെയ്യുന്നവനും പുരുഷനുമായ മിത്രനെ ഞാനിതാ വണങ്ങുന്നു. ബ്രഹ്മാംശത്തിൽ ജനിച്ചവനും ബ്രഹ്മതേജസ്സുകൾ കൊണ്ട് ഉജ്ജ്വലിക്കുന്നവനും പരബ്രഹ്മ ധ്യാനതൽപരനുമായ അവിടത്തേക്ക് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് സാവിത്രി യമനെ നമസ്കരിച്ചു. യമൻ അവൾക്ക് ശക്തിപൂജയും കർമ്മഭാഗവും ഉപദേശിച്ചു കൊടുത്തു. ഈ യമാഷ്ടകം ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചൊല്ലുന്നവന് യമഭയമുണ്ടാവില്ല. എന്താ യമാഷ്ടകം? 8, 9, 10, 11, 12, 13, 14, 15 എന്നീ ശ്ലോകങ്ങൾ 8 മുതൽ 15 വരെ ഉള്ള ഈ ശ്ലോകങ്ങൾ ആരാണോ ദിവസേന ജപിക്കുന്നത് അവർ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകും. മഹാപാപിയാണ് ഇത് ഭക്തിപൂർവ്വം നിത്യവും ചൊല്ലുന്നത് എങ്കിൽ അവനെ യമൻ ജന്മാന്തരങ്ങളിലായി ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ യമനെ സാവിത്രി സ്തുതിച്ച സ്തുതിയോടുകൂടിയിട്ട് ഇവിടെ ഈ ചെറിയ അധ്യായമായിട്ടുള്ള 31-ാമത്തെ അധ്യായം പരിസമാപിക്കണം. നമുക്ക് ഇവിടെ നിർത്തി നാളെ ബാക്കി ഭാഗങ്ങളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ ഹരയേ നമഃ. ശ്രീ മഹാദേവ്യേ